ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ബോക്സറാണ് ഈ ഫുട്ബോൾ 2026 വന്നതിന് ശേഷമുള്ളത്. നമുക്കിപ്പം വന്നിട്ടുള്ള പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസിൻ്റെ ഈ 3 ഡിഫൻഡേഴ്സ് വരുന്ന പാക്കാണ്. നമുക്കറിയാം ഇത്തവണ നമ്മുടെ ഡിഫൻസ് ഒക്കെ കുറച്ച് പ്രശ്നത്തിലാണ്. എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ അത്ര നല്ല ഡിഫൻസ് ഒന്നും അധികം ഇല്ല. സോ അതുകൊണ്ട് ഞാനൊരു 4000 കോയിൻ ഈ ഒരു അക്കൗണ്ടിൽ പൊടിക്കാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് ഫസ്റ്റ് ട്രൈ എടുക്കാം. വേറെ പ്രത്യേകിച്ച് ട്രിക്കൊന്നും നോക്കുന്നില്ല. ടാർഗറ്റ് ഞാൻ തൽക്കാലം മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഇതിൽ ആര് കിട്ടിയാലും എൻ്റെ സ്ക്വാഡിന് യൂസ്ഫുൾ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3 അത്യാവശ്യം വേർത്തിയ പ്ലേയേഴ്സാണ്, പോരാത്തതിന് 2 പുതിയ പ്ലേയേഴ്സും കൂടിയാണ്. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ട്രൈ എടുത്ത് നോക്കാം. അതിന് മുമ്പ് ചെറിയ ഫോർമാലിറ്റി ഇതൊക്കെ നോക്കുന്നുള്ളൂ. ഓക്കെ, ഒന്നും കൂടി. ഓക്കെ, ഫസ്റ്റ് 100 കൊടുക്ക്. ഓക്കെ, ഫസ്റ്റ് 100 കൊടുക്കുകയാണ്. CMF ആണ്. ഇൻ്ററിലെ നമ്പർ 7 അതാരാ? ജെൻസ്കി. ഒരു ഹൈലൈറ്റിങ് പ്രതീക്ഷിച്ചു, പോട്ടെ, സാരമില്ല. നമുക്ക് എന്തായാലും അടുത്ത 100 കൊടുക്കാം. 900 കൊടുക്കാം എന്തായാലും. ഓക്കെ, അതിനു മുമ്പ് പുനൂഷി ആക്ച്വലി ബിൽഡപ്പ് കാർഡാണ്. എനിക്കിതിൽ ബിൽഡപ്പിന് ആവശ്യമുണ്ട്. ഡെസ്ട്രോയ് ആയാലും കുഴപ്പമില്ലായിരുന്നു. സ്റ്റിൽ ബിൽഡപ്പ് ആയതുകൊണ്ട് മിക്കവാറും കറക്റ്റായിരിക്കും. കാരണം നമുക്ക് എപ്പിക്സിൽ ബിൽഡപ്പ് വരുന്നത് വളരെ റെയറാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാക്ക് ഒന്ന് കറക്കി നോക്കാം. കാരണം കിട്ടിയാൽ എന്തായാലും വേർത്തായിരിക്കും. അത് ആരെ കിട്ടിയാലും വേർത്തായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് അടുത്ത ട്രൈ പോവാം. ഫസ്റ്റ് 900. ഓക്കെ, ഗോ. ഇന്ററിൽ ഏതോ ഹൈലൈറ്റ് കാർഡാണ്, നമ്പർ 55. യെസ് ഇറ്റ്സ് എ റൈറ്റ് ബാക്ക്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നഗമോട്ടോ ആണ്. സോറി, ലെഫ്റ്റ് ബാക്ക് ആണല്ലേ. ഓക്കെ, അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ്. സ്റ്റിൽ കുഴപ്പമില്ല. ഇതിന് സ്പെഷ്യൽ സെലിബ്രേഷൻ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ടാർഗറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത ട്രൈ കൂടെ പോയി നോക്കാം. ഓക്കെ, കോസ്റ്റക്കൂട്ടയുടെ യങ് കാർഡാന്ന് പറഞ്ഞാൽ 22 വയസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ പോരാത്തതിന് ലോങ് റീച്ച് ടാക്കിള് ഫോർട്രസ് ആണോ ഇതിൽ സ്കില്ല് വന്നിരിക്കുന്നത്? ഫോർട്രസ് സ്കില്ല് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 2 സ്കില്ല് വന്നിട്ടുണ്ട് ഇതിൽ. സോ നമുക്ക് എന്തായാലും അടുത്ത 900 പോയി നോക്കാം. ബ്രോ 900 പോവും. ഓക്കെ, 900 പോവാം. ഓക്കെ, സെൻറ്റർ ബാക്ക് ആണ്. മാറാൻ ചാൻസിൽ ഇന്റർ മിലാനിലെ നമ്പർ 6 സ്റ്റീഫൻ ഡിബ്രൈക്ക് ആണ്. ഓക്കെ, 4 സ്റ്റാർ ആണോ? ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് വരുന്ന പ്ലെയേഴ്സൊക്കെ, അല്ലെങ്കിൽ നല്ല ടോപ്പായിട്ടുള്ള പ്ലെയേഴ്സൊക്കെ ഇപ്പോൾ 4 സ്റ്റാറിലാണ് കിടക്കുന്നത്. എന്താണെന്നറിയില്ല. നമുക്ക് അടുത്തൊരു 100 കറക്കി നോക്കാം. ഓക്കെ, 900 ആണ്. അത് കുഴപ്പമില്ല. ഹൈലൈറ്റ് നമ്പർ 15 കലൂലു ആണ്. ഓക്കെ, നമുക്കൊരു ഹൈലൈറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി 100 ഇറക്കാനായിരുന്നു ഇരുന്നത്. കുഴപ്പമില്ല. നമുക്ക് അടുത്തത് 100 പോവാം. ഓക്കെ, സെൻറ്റർ ബാക്ക് നമ്പർ 24 ഡാനിയൽ റുഗാനിയാണ്. യെസ്, റുഗാനിയാണ്. ഹൈലൈറ്റ് ഇല്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ 1200 കോയിൻസ് ഉണ്ട്. ഏതായാലും ഒരെണ്ണം കിട്ടി, അതും കൊണ്ട് പോകാനാണ് കൊണാമി. അടുത്ത 100 പോവാം.
ഇറ്റ്സ് എൻ RB സിൽവസ്ട്രി വേണ്ട ഒരു ബേസ് കാർഡാണ്. നമുക്കൊരു 200 ട്രൈയും കൂടി ഉണ്ട്. അതെന്തായാലും ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കളിച്ച് നോക്കുക. കിട്ടുമെന്ന് അറിയില്ല, സ്റ്റിൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ്. സെൻറ്റർ ബാക്ക് എന്തായാലും ഹൈലൈറ്റ് അല്ല. ഇസ്മയിൽ ജിലി എന്തൊക്കെ പേരാണ്. ഇനി ഒരു 100 കൂടി കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് 900 പോവാം. പിന്നെ നിങ്ങൾക്ക് ഈ പാക്കിൽ ആരെ കിട്ടുകയെന്ന് വെച്ചാൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കൊക്കെ ചെറിയ കോയിനിൽ പ്ലേസിന് കിട്ടിയെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പാക്ക് ചിലരെങ്കിലും സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കോയിൻ ഉണ്ടെങ്കിൽ കറക്കിക്കോന്നേ ഞാൻ പറയുള്ളൂ, കാരണം കിട്ടിയ വേർത്താണ്, അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ആരെ കിട്ടിയാലും ഇതിൽ വേർത്തായിരിക്കും. നമുക്ക് എന്തായാലും ലാസ്റ്റ് 900 പോവാം. ലാസ്റ്റ് പോകുന്നതിന് മുന്നേ ഒന്നുകൂടി എന്നാലും നീ എന്തിനാ 100 കറക്കി 900 കറക്കി. കുറേ നേരമല്ലോ, കുഴപ്പമില്ല. ലാസ്റ്റ് 900 എല്ലാ വിലയുണ്ട്, കൂട്ടി വെച്ച കോയിൻ അല്ലേ, വിലയുണ്ട്. ഓക്കെ, അവർ ലാസ്റ്റ് ട്രോ ലാസ്റ്റ് ട്രൈ ആണ്. നോക്കാം നമുക്ക് കിട്ടുമോ ഇല്ലയോ ഒന്ന്. ഓക്കെ, മിക്കവാറും നമ്മൾ ഒരു പിക്കും കൊണ്ട് മടങ്ങി പോകേണ്ടി വരും. എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, അതൊരു ഹൈലൈറ്റ് ആണ്. ടൊമോറി ഇല്ല, ആനിമേഷൻ മാറില്ല, മാറേണ്ട ആനിമേഷൻ ഇതല്ല, അത് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ്. ഓക്കെ, എന്തായാലും ഏകദേശം 4000 കോയിൻസ് നമുക്ക് ആകെ ഒരു എപ്പിക്കാണ് കിട്ടിയത്. ഫോട്ടോസ് ആരുമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു കാർഡ് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റിവ്യൂ ആണെന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ബോക്സ് ഡ്രോ. പിന്നെ എൻ്റെ ടാർഗറ്റ് ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കോസ്റ്റ് കൂട്ടിയാണ്. കാരണം എൻ്റെ കയ്യിൽ ഈ അക്കൗണ്ടിൽ കോസ്റ്റ് കൂട്ടിയില്ല സിംഗിൾ ബൂസ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്ക് പ്രത്യേകിച്ച് ഒന്ന് കറക്കണം എന്നുള്ളത് തീരുമാനിച്ചത്. എനിവേസ്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.